സ്ത്രീ ശാക്തീകരണം, ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും എന്തുകൊണ്ട് സ്ത്രീകൾ ആ രീതിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാന കാരണം പെൺകുട്ടികളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ ജോലി നിങ്ങൾ നേടിയെടുക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും. ഇത്രയും വലിയൊരു പോസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഒരു മാതൃകയാവുന്ന ഒരു വ്യക്തിത്വമാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ഡിസ്ട്രിക്ട് എംപവർമെൻറ്റ് ഓഫീസറായിട്ടുള്ള രജിത മാഡത്തിൻ്റെ അടുത്താണ്. എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് എങ്ങനെ ഒരു ജോലി നേടിയെടുക്കാം, ആ ഒരു ജോലി എത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു ബോധവൽക്കരണം, അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാഡത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെയധികം റാങ്ക് ലിസ്റ്റുകളിൽ അല്ലെ, എനിക്ക് തോന്നുന്നത് 35ഓളം റാങ്ക് ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഞാൻ കണ്ടായിരുന്നു തൊഴിൽ വീതിയുടെ ഒരു കവർ പേജിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഉദ്യോഗാർത്ഥികളുടെ ഒരു സ്വപ്നം തന്നെയാണ് ശരിക്കും ഒരു തൊഴിൽ പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു കവർ പേജിലൊക്കെ സ്വന്തം ഫോട്ടോ വരിക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ സാധിച്ചെടുത്തൊരു വ്യക്തിയാണ്. നമുക്ക് അവരുടെ പഠന രീതികളിലുപരി, കാരണം അത് കുറേ കാലം മുന്നേ ആണല്ലോ, അതിലുപരി എന്തുകൊണ്ട് നിങ്ങൾ ഒരു സർക്കാർ ജോലി നേടണം എന്നുള്ള കാര്യത്തിൽ നിങ്ങളെ ഏറ്റവും നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ മാഡത്തിന് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങി തിരിച്ചത്. അപ്പം എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ഒരു വരവെന്ന് വെച്ചാൽ എൻ്റെ ഒരു ലൈഫ് ജേണി ചെറുതായിട്ടൊന്ന് ഞാൻ പറയാം. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എൻ്റെ വിവാഹം. അപ്പോൾ അത് കഴിഞ്ഞ് TTCക്ക് ജോയിൻ ചെയ്തു. TTC സെക്കൻഡ് ഇയർ കഴിയുമ്പോഴേക്ക് മോനായി. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ബ്രേക്ക് എൻ്റെ ലൈഫിൽ വന്നു, വിദ്യാഭ്യാസ ജീവിതത്തിൽ വന്നു. അതിനുശേഷം TTC കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 1-2 വർഷം സ്കൂളുകളിൽ ഡെയിലി വേജസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തു. പിന്നീടാണ് ഞാൻ PSC പ്രിപ്പയർ ചെയ്യണമെന്നും PSCയിൽ ഒരു പെർമനന്റ് ജോബ് നേടണം ആ ഒരു ആഗ്രഹമൊക്കെ ഉള്ളിൽ വന്നത്. അങ്ങനെ ആ സമയത്ത് എനിക്കൊരു മോട്ടിവേഷൻ ക്ലാസ് എന്നുള്ള രീതിയിൽ ഒരു ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു രഞ്ജിത്ത് സാറിൻ്റെ. സാർ ഇപ്പം ഹിസ്റ്ററിയുടെ ലെക്ചറാണ്. അപ്പോൾ വളരെ നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ഒരു 10 മിനിറ്റ് ഒരു സ്പീച്ച് ആയിരിക്കും ചിലപ്പോൾ അവരെ ലൈഫ് മാറ്റിമറിക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ ഒരു വഴിത്തിരിവ് അതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ചോട് കൂടി എനിക്കൊരു കോൺഫിഡൻസ് വന്നു, അതായത് എനിക്കും ഇങ്ങനെ ഒരു ജോലി നേടിയെടുക്കാൻ പറ്റുന്നു. അങ്ങനെ പിന്നീട് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പ്രയത്നം. അപ്പം നമുക്കറിയാം, ലേഡീസ് അല്ലെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഒരു എന്താ പറയുക, ഒരു പ്രശ്നമായി മാറുന്നൊരു സന്ദർഭങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായും കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തീരുമാനമെടുത്തു, അതിനെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫാമിലി നിന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും. അതിനുള്ളൊരു ഉദാഹരണം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എൻ്റെ ലൈഫ് ഞാൻ പല പെൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാണാൻ ഉദ്ദേശിച്ചതും. കാരണം ആ രീതിയിലാണ് പല കുട്ടികളും ഉള്ളത്. കാരണം ഇപ്പം ബാച്ചിലൊക്കെ ചേർന്ന കുട്ടികൾ പറയാറുണ്ട്, സാറേ 2 മക്കളാണ്, മറ്റേ ഇതാണ്, വീട്ടിൽ അപ്പണിയുണ്ട് ഇപ്പണിയുണ്ട്, സമയം കിട്ടുന്നില്ല എന്നൊക്കെയാണ്. അപ്പൊ അതിനൊക്കെ ഇടയിൽ സമയം കണ്ടെത്തി പഠിച്ച് നേടിയ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു പോസ്റ്റിലാണ് ഇന്ന് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അവർക്കൊക്കെ ഒരു മാതൃകയാവുന്ന ഒരു വ്യക്തിത്വമാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി ജോലി നേടണം? പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മുമ്പത്തെ കാലങ്ങളിലൊക്കെ നമ്മൾ ആൺകുട്ടികൾക്ക് ജോലിക്ക് ഒരു പ്രാധാന്യം നൽകുമ്പോഴും പെൺകുട്ടികളുടെ ജോലി അത്ര ഒരു പ്രാധാന്യം നൽകിയിരുന്നില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പെൺകുട്ടികൾ അതിനെപ്പറ്റി ബോധവാന്മാരാണ്. അപ്പോൾ അവർക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കേണ്ടത്. വുമൻ എംപവർമെൻറ്റ് നമ്മൾ എപ്പോഴും പറയും, വിമൻ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണം, ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും എന്തുകൊണ്ട് സ്ത്രീകൾ ആ രീതിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാന കാരണം അവർക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയൊരു സ്ത്രീ, അവൾക്കൊരു തീരുമാനമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാനും എല്ലാ കാര്യങ്ങൾക്കും മൊത്തത്തിൽ മാറും. അതെ, ശരിക്കും ഒരു ചേഞ്ചാണ് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ചേഞ്ചാണ്. നമ്മൾ ആ ജോലിയുടെ മുമ്പും പിമ്പും നമ്മൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10-35ഓളം റാങ്ക് ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്നു. ഒരു 15ഓളം ജോലിയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ജോയിൻ ചെയ്തത് ഒരു സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലാണ്. അപ്പോൾ അതിൽ സെക്കൻഡ് റാങ്ക് ആയിരുന്നു. ആ ജോലി എന്ന് പറയുമ്പോൾ എനിക്ക് ആ റാങ്ക് ലിസ്റ്റിൽ വന്നതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല, കാരണം ആ കാലത്ത് ഇത്രയും ഒരു ഇതില്ല. അപ്പം അഡ്വൈസ് മെമ്മോ കൈ കിട്ടിയപ്പോഴാണ് ജോലി കിട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷം. പല ആൾക്കാരും ചോദിക്കും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും പല കാര്യങ്ങളും പറയും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഓരോ പെൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി കയ്യിൽ വരിക എന്നുള്ളതായിരിക്കും അവളുടെ സ്വപ്നം, ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതോടുകൂടി തന്നെ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവുകയാണ്.
ജോലി കിട്ടിയതിന് മുമ്പും ശേഷവും എന്നുള്ള അതെ രീതിയിൽ അതെ അതെ കുറെ മുമ്പ് മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ മുമ്പ് എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഇല്ല. നമ്മൾ ഇന്ന ആളുടെ മകൾ അല്ല ഇന്ന ആളുടെ ഭാര്യ ഇന്ന ആളുടെ സഹോദരി ആ രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അത് പ്രശ്നമാണെന്നല്ല, അത് നല്ലതാണ്. പക്ഷെ നമ്മൾ ആരാണ് എന്ന് പുറം ലോകം അറിയുന്നില്ല. നമ്മളുടെ ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ ഉണ്ടാവും. അടുക്കളയിൽ തളച്ചിടപ്പെട്ടു പോയ ഒരുപാട് കുട്ടികൾ നമുക്കറിയാം. അപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്ത് കുടുംബത്തെ നോക്കുക എന്നുള്ളത് മോശം കാര്യമൊന്നുമല്ല, അത് നല്ല കാര്യമാണ്. പക്ഷേ അതോടൊപ്പം സ്വന്തം കുറേ സ്വപ്നങ്ങളുള്ള കുറേ കഴിവുകളുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ജോലി എന്ന് പറയുന്ന അവരെ നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം, ആ പഠിക്കണമെങ്കിൽ അതിൻ്റെ എന്താ പറയുക പൈസ മുടക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ അച്ഛനോട് ചോദിക്കണം അല്ലെങ്കിൽ ഭർത്താവിനോട് ചോദിക്കണം. അപ്പം നമ്മുടെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതെടുത്ത് ചെലവാക്കാം. ഫിനാൻഷ്യൽ ഫ്രീഡം വലിയൊരു സൈഡ്. വലിയൊരു അതല്ലാതെയും വേറെ ഒരുപാട് ഇപ്പം മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് പഴയ രീതിയിലുള്ള ഒരു സൗഹൃദ വലയല്ല ഇപ്പൊ ഉണ്ടാവുക. ഇപ്പൊ എന്ത് കാര്യത്തിന് ഏതൊരു ആവശ്യത്തിനും സഹായിക്കാൻ പറ്റുന്ന പല ഓഫീസുകളിലായാലും വേറെ എന്തെങ്കിലും അക്കാദമിക് കാര്യങ്ങളിലായാലും മക്കളുടെ പഠനകാര്യത്തിലായാലും ഏത് മേഖലയിലും ബന്ധപ്പെടാവുന്ന രീതിയിലുള്ള ഒരു സുഹൃത്ത് വലയം നമുക്ക് ഉണ്ടാവും. ഉറപ്പായിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം 5ാമത്തെ ജോലിയിലാണ് ഞാൻ നിൽക്കുന്നത്. ആദ്യം സ്റ്റെനോ ആയി കയറി, പിന്നെ LPSA ഞാൻ അന്ന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അപ്പൊ അത് കയറി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് UPSA അഡ്വൈസ് വന്നത്. അങ്ങനെ UPSA ആയിട്ട് ഒരു വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ PSC ഓഫീസിലേക്ക് അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്തു. അവിടെ ഒരു 12 വർഷത്തോളം ജോലി ചെയ്തപ്പോഴാണ് എനിക്ക് BDOന്റെ സെലക്ഷൻ കിട്ടിയത്. അപ്പം അവിടെ നിന്ന് ASO ആയിരുന്നു ആ സമയത്ത്. അവിടെ ഞാൻ BDOയിലേക്ക് മാറി. അപ്പൊ ഈ 5 സ്ഥലങ്ങളിലും വീഡിയോ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് ദിവസങ്ങൾ അല്ലേ? അതെ. വീഡിയോ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. അപ്പം അത് ഈ 5 സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്ന സുഹൃത്ത് വലയം, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, ഇതൊക്കെ വളരെ വളരെ വലുതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഈ ഒരു ജോലി നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം. അപ്പൊ എനിക്ക് ഓരോ പെൺകുട്ടികളോടും പറയാനുള്ളത്, പല പ്രതിബന്ധങ്ങൾ നമുക്ക് വരും. അപ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങൾ വരുമ്പം നമ്മളുടെ ചലഞ്ചസ് നമ്മൾ അവസരങ്ങളാക്കി എടുക്കണം. അപ്പോൾ ഇപ്പോൾ പെൺകുട്ടികൾ പറയുന്ന പോലെ മക്കളുണ്ട്, വീട്ടിൽ സമയം കിട്ടുന്നില്ല, ഇതൊക്കെ പറയുമ്പോഴും നമുക്കൊരു വിൽ പവർ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ജോലികളും ഈ റാങ്ക് ലിസ്റ്റുകളൊക്കെ ഉൾപ്പെടുന്ന സമയത്ത് ഒരു കുട്ടിയാണ് അന്ന് രണ്ട് മക്കളായിട്ടുണ്ട്. ഒരു മോനായ സമയത്താണ്, ആ ടൈമിലാണ് എൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ നടക്കുന്നത്. അതെ, സെക്കൻഡ് പ്രഗ്നൻസിന്റെ ടൈമിലാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അപ്പൊ ഈ മോൻ വലിയ ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര വികൃതിയായിരുന്നു. അപ്പൊ അവനെ മാനേജ് ചെയ്തുകൊണ്ടുള്ള അമ്മയും ഹസ്ബൻഡിന്റെ അമ്മയും ഹസ്ബൻഡും ഒക്കെ നന്നായിട്ട് സഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഫാമിലി സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം. അപ്പൊ ആ കൂടെ അതെങ്ങനെ നേടുക എന്നുള്ളതൊരു വിഷയമാണ്. പിള്ളേരെ സംബന്ധിച്ച് അവരെല്ലാം പറയുന്ന ഒരു പ്രശ്നമാണ്, വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു പോയ വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല. ഇതിനെന്തെങ്കിലും പ്രത്യേക ടാക്ടിക്സ് ഉണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിവാഹം കഴിഞ്ഞ് വരുമ്പം ഒന്നിനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തി ഇല്ലാത്തൊരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇല്ലാത്തൊരു കുട്ടികളായിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്രാപ്തി ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടാകുമ്പോഴും പഠിക്കാനുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് അതിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ്, ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. എന്നുവെച്ചാൽ വീട്ടിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ കൂടുതൽ മുടക്കം വരുത്തിയിട്ടില്ല. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതിന് ശേഷമാണ് പഠിക്കാൻ സമയം. എൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 3 മണി തൊട്ട് 6 മണി വരെയായിരുന്നു കറക്റ്റ് ടൈം. അതായത് കൂടുതൽ കോൺസെൻട്രേഷൻ വെച്ചിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ 3 മണി തൊട്ട് 6 മണി, അത് കഴിയുമ്പോഴേക്കും മോൻ ഉണരും. അപ്പം അതുകൊണ്ട് ആ ടൈമായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. ഇപ്പം ചില കുട്ടിയൊക്കെ അത് രാത്രി ആയിരിക്കാം, നൈറ്റ് സ്റ്റഡി ആയിരിക്കാം. അതെ. പിന്നെ ഇപ്പോഴത്തെ ഒരു പെൺകുട്ടികൾ ആയാലും ആൺകുട്ടികളായാലും അങ്ങനെ പറയുന്നതിലൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എങ്ങനെ വേണേൽ അവർക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം ഇപ്പം ഉണ്ട്. അതെ, കാരണം ഓൺലൈൻ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. കുക്കിംഗ് ചെയ്യുമ്പോഴായാലും എല്ലാ സമയത്തും നമുക്ക് എന്ത് ചെയ്ത് കേട്ട് പഠിക്കാനുള്ളൊരു സാഹചര്യം ഇപ്പം ഉണ്ട്. അപ്പം അതൊക്കെ നമ്മളുടെ അതായത് അത് ടാക്കിൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പം ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തവരുണ്ടാവാം. അപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ തീരുമാനം എടുക്കണം. ഞാൻ ജോലി നേടിയിട്ടേ അടങ്ങും. എൻ്റെ കൂടെയൊക്കെ എത്രയോ കുട്ടികളുണ്ട് അങ്ങനെ ആ രീതിയിൽ വീട്ടിൽ നിന്ന് ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നാൽ എടുക്കണം. അതെ, ഞാൻ പറയുന്നതാണ് അത്. നമ്മളൊരു ലക്ഷ്യത്തിന് ഇറങ്ങി സമയത്ത് നമ്മളെ പ്രയോറിറ്റീസ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിശ്ചയിക്കണം. അതെ. വീട്ടിൽ നിന്ന് പലപ്പോഴും സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തം വീടുണ്ടല്ലോ, അവിടെ പോയിട്ട് നിന്നിട്ട് ഈ ഒരു പഠിച്ചു ജോലിയിൽ വന്നതിന് ശേഷം നമുക്ക് അങ്ങോട്ട് അപ്പോഴും ഈ റിലേഷൻഷിപ്പ് മുറിക്കാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും പലപ്പോഴും പറയുന്ന പോയിന്റ് ആണത്. നമുക്ക് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കണം. കാരണം പിന്നീട് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ആക്സെപ്റ്റൻസ് അവിടെ ഉറപ്പായിട്ടും കിട്ടും. വിജയത്തിന്റെ ഒരു പവർ അതാണ്. അതായത് നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആയി മാറുമ്പോൾ നമ്മളെ തിരസ്കരിച്ചവർ നമ്മുടെ അടുത്തേക്ക് വരും, ഉറപ്പായിട്ടും വരും. അപ്പം അത് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ള മെസ്സേജ് അതാണ്. നിങ്ങളുടെ ഒരു രീതി കണ്ടെത്തണം. അതായത് മറ്റുള്ളവരെ വെറുപ്പിക്കാതെ
മറ്റുള്ളവരെ എന്താ പറയുക ഫുൾ പൂർണ്ണമായിട്ടും സംതൃപ്തരാക്കാൻ നമുക്ക് അകറ്റാതെ, പറ്റില്ല. അതെ, അതെ, അതെ. അകറ്റാതെ നമ്മളെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ കഠിനമായിട്ട് പ്രയത്നിക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതൊക്കെ ചലഞ്ചസ് ആയിട്ട് ഏറ്റെടുത്തിട്ട് അതൊരു അവസരങ്ങളാക്കി മാറ്റുക. അപ്പോൾ അങ്ങനെ കഠിനമായിട്ട് ശ്രമിക്കുന്ന ഒരു കുട്ടി പോലും ലൈഫിൽ നേടാതെ തോറ്റുപോയിട്ടില്ല, ഉറപ്പായിട്ടും തോറ്റുപോയിട്ടില്ല. അപ്പം എൻ്റെ കൂടെ പഠിച്ച എന്നെക്കാളും എന്താ പറയുക മാർക്കുള്ള കുട്ടികൾ, ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഇപ്പോഴും അവർ ആ സമയത്ത് ഇത് ശരിക്കും വീടെന്ന് പറഞ്ഞാൽ ഒരു സേഫ് സോണാണ്. വീട്ടിൽ കല്യാണം കഴിഞ്ഞ് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള വീടാണെങ്കിൽ മക്കളൊക്കെ നോക്കിയിരിക്കാൻ സുഖമാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം അതെ അതെ, ആ കംഫർട്ട് സോണിൽ ഇരുന്ന് പോവാണ്. ഇതേപോലെ ഉണ്ടാവുന്നതാണ് ഇവരുടെ വിചാരം. അതെ, അതാണ് അവര്. അപ്പൊ ആ കംഫർട്ട് സോണിൽ അങ്ങോട്ട് വ്യതിചലിക്കാൻ ചില കുട്ടിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ചില കുട്ടികൾ പറഞ്ഞ പോലെ ആഗ്രഹം ഉണ്ടായിട്ടും പുറത്തേക്ക് പോകാൻ പറ്റാത്ത കുട്ടികളുണ്ട്. പലരുടെ ആ മടിയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന എക്സ്ക്യൂസ് ആണ് ഈ സമയം കിട്ടുന്നില്ല, രണ്ട് മക്കള് അവരെ നോക്കണം എന്നുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ അല്ലേ എക്സ്ക്യൂസസ് ആണ് കുറെയൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും നമ്മൾ അനുഭവിക്കാത്തൊരു കാര്യം പറയുന്നില്ല. കാരണം എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്നാണ് ഞാനിത് പറയുന്നത്. എനിക്ക് അന്നത്തെ ആ സമയത്ത് ഇത്രയും സൗകര്യങ്ങളൊന്നും അന്നില്ല. ഓൺലൈൻ ക്ലാസ്സസ് ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല, ഒന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ വെറും ബുക്സ് വെച്ച് തന്നെ പഠിക്കണം. നമുക്ക് പഠിക്കാനിരിക്കണമെങ്കിൽ ഒരു സമയം തന്നെ വേണം. അപ്പൊ ആ സമയത്ത് നമുക്കത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. അതായത് പ്രശ്നങ്ങളില്ല എന്നല്ല പറയുന്നത്, അവർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് കോൺഫിഡൻസ് അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും, അതിൽ യാതൊരു സംശയമില്ല. അത് ഞാൻ പറയാറുണ്ട്, ഇങ്ങനെയുള്ള റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്നാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അല്ലാതെ മറ്റേ ആള് വിളക്കിൻ ചോട്ടിലിരുന്ന് പഠിച്ചു, അതുകൊണ്ട് അയാൾക്ക് കിട്ടി, അയാൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും, അങ്ങനത്തെ കാര്യമില്ല. സത്യത്തിൽ അവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ ആപ്ലിക്കബിൾ ആയിരിക്കില്ല. നമ്മളെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ എവിടെ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതെ, നിങ്ങളെപ്പോലെ എന്താ പറയാ, വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞ് 20-21 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായതിനു ശേഷം പഠിച്ച് ഇത്രയും റാങ്ക് ലിസ്റ്റിൽ വന്ന് എനിക്ക് ഇപ്പം ഡിസ്ട്രിക്ട് എംപവർമെന്റ് ഓഫീസർ എന്ന് പറഞ്ഞപ്പോൾ 2019 ഞാൻ ഗസ്റ്റഡ് ഓഫീസർ ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പം 2019 അപ്പൊ 7 വർഷമായി ഇപ്പൊ ഗസ്റ്റഡ് സർവീസിലാണുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മളൊരു റാങ്ക് ഹോൾഡർ ഒന്നല്ല SSLC-ക്ക്. അപ്പോൾ ഇപ്പൊ ഒരു പ്രൗഡ് ഫീലിംഗ് അനുഭവിച്ച എന്തെങ്കിലും സന്ദർഭങ്ങളൊക്കെ മനസ്സിൽ വരുന്നുണ്ടോ? അതായത് നമ്മളിപ്പോൾ ഇത്രയും നല്ലൊരു പോസ്റ്റിലേക്ക് എത്തിയതിനു ശേഷം ചിലപ്പോൾ എന്തെങ്കിലും കൂടിച്ചേരലുകൾ ഉണ്ടാവുമല്ലോ, കുടുംബത്തിലോ അല്ലെങ്കിൽ പഠിച്ച സ്കൂളുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സന്ദർഭങ്ങളിലൊക്കെ ഒരു അംഗീകരിക്കപ്പെട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു കിക്ക് കിട്ടിയ എന്തെങ്കിലും സന്ദർഭങ്ങൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നുണ്ടോ? ഒരുപാടുണ്ട്. അപ്പം നമ്മുടെ ഞാനിവിടെ ബാലുശ്ശേരി സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. ഗെറ്റ് ടുഗദറിൽ ടീച്ചേഴ്സൊക്കെ വല്ലാണ്ട് തന്നെ ഇതാക്കി, എന്താ പറയുക, രചിത ഈ രീതിയിലെത്തിയത് നമുക്ക് അഭിമാനമാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എൻ്റെ മറ്റൊരു സന്തോഷം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ടീച്ചർ എൻ്റെ സബോർഡിനേറ്റ് ആയിട്ട്, അതായത് എൻ്റെ അക്കൗണ്ടൻ്റ് ആയിട്ട് ചേളന്നൂർ ബ്ലോക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ BDO ആയിരുന്ന സമയത്ത്. അപ്പോൾ ടീച്ചറുടെ റിട്ടയർമെൻറ്റ് ഞാൻ അവിടെ BDO ആയിരുന്ന സമയത്താണ്. അപ്പം ടീച്ചറുടെ റിട്ടയർമെൻറ്റ് സ്പീച്ചിൽ ടീച്ചർ കുറേ കാര്യങ്ങൾ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ BDO ആയിരുന്ന സമയത്ത് എടുത്ത കുറേ തീരുമാനങ്ങൾ, കുറേ പ്രവർത്തനങ്ങൾ, അതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് എന്താ പറയുക, ലൈഫിൽ നമ്മൾ ശരിക്കും വലിയൊരു അഭിമാനം. ടീച്ചറെ ഒരുപാട് ഞാൻ റെസ്പെക്ട് ചെയ്തിരുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ ടീച്ചറുടെ വായിൽ നിന്ന് അത്രയും നല്ലൊരു വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതേപോലെ തന്നെ നമ്മൾ പഠിപ്പിച്ച അധ്യാപകർ, പിന്നെ ഞാൻ PSC-യിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് പോകുമ്പോൾ അവർ കാൻഡിഡേറ്റ് ആയിരുന്നു എഴുതുന്നതും, അങ്ങനത്തെ കുറേ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. അപ്പോഴും ആ മധുരപ്രതികാരങ്ങളുണ്ടെന്തെങ്കിലും സ്വീറ്റ് റിവെഞ്ചസ്. അപ്പോൾ അത് അങ്ങനെ മധുരപ്രതികാരം എന്ന് പറയാൻ എൻ്റെ മൈൻഡിലൊന്നും വരുന്നില്ല, ഒന്നുമില്ല, അങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും എനിക്ക് സന്തോഷം തോന്നുന്നൊരു കാര്യം, ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ലേഡീസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ഫസ്റ്റ് ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് കുറേ ആൾക്കാർക്ക് PSC-യിൽ ജോലി കിട്ടണം, എനിക്കന്ന് ജോലിയുണ്ട്, ജോലി കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ആ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 പേര് ജോലി കയറി. അപ്പോൾ എംപവർമെന്റ് ഓഫീസർക്ക് ആവുന്നതിന് മുമ്പ് തന്നെ എംപവർമെന്റ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉറപ്പായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്വപ്ന ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലേഡീസിനെ എപ്പോൾ ഗ്രൂപ്പായിട്ട് കണ്ടാൽ, ഒരു 4 ലേഡീസിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയും. മീൻസ് അതായത് ഞാൻ കൂടുതലൊന്നും പറയില്ല, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ എങ്ങനെ വന്നു, ഞാൻ ഇത്രയും ലോ ലെവലിലുള്ള ഒരാൾ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കും പറ്റും എന്നുള്ള രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവുക. നമുക്ക് ഇറങ്ങി തിരിച്ചാലോന്നാല് ജോലി രാജിവെച്ചിറങ്ങുന്നു, അല്ലെങ്കിൽ LW എടുത്തിറങ്ങുന്നു, അല്ലെങ്കിൽ റിട്ടയർ ചെയ്തിറങ്ങുന്നു, നോക്കാം. അതിനെപ്പറ്റി ആലോചിക്കാം. അതെന്റെ ഒരു സ്വപ്നമാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരും ഇന്നലത്തെ ഒരാളാവരുന്ന ആളെ നമ്മൾ, അതായത് അതിൽ നിന്നും ബെറ്റർ ആയിരിക്കും. അതെ, നമ്മൾ മറ്റൊരാളായിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്യണം. ഇന്നത്തേത് നമ്മളിൽ നിന്നും കുറച്ചും കൂടെ ഒരു ഉയർന്ന ആളായിട്ട് നാളെ അങ്ങനെ മാറി പോകണം. അതിന് നമ്മൾ ഇപ്പൊ ജോലി കിട്ടി കഴിഞ്ഞിട്ട്, ഞാനിപ്പോ കഴിഞ്ഞ KS എഴുതിയിട്ടുണ്ടായിരുന്നു, പ്രിലിംസ് ക്ലിയർ ചെയ്തു, പക്ഷെ മെയിൻസ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ജോലിന്റെ കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ കാരണം ഘട്ടം ഘട്ടമായിട്ടുള്ള സാധനമല്ലേ. അതെ. അടുത്തതിന് എഴുതാൻ സാധ്യതയില്ല, ഏജ് ലിമിറ്റ് കഴിയും. അപ്പം അത്
പിന്നെ മെയിൻസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോഴും എനിക്ക് മെയിൻസ് കിട്ടാത്തതിലുള്ളൊരു വിഷമമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈ ജോലിൻ്റെ ഉള്ളിൽ കൂടെ എനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയല്ലോ, അത്രേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ എന്തെങ്കിലും സ്കിൽ അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഇപ്പം ഇനിയിപ്പം വീട്ടിലിരിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, ചില ലേഡീസിന് വീട്ടിലിരുന്ന് മക്കളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോഴും അവരെന്ത് ചെയ്യണം, അവരെ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കും. ഇപ്പോൾ ഡാൻസ് പഠിച്ചവരാണെങ്കിൽ ഡാൻസ് ചെയ്യാം, ഈ ലാംഗ്വേജസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരെ ലാംഗ്വേജസ് പഠിക്കാം. അങ്ങനെയൊക്കെ ഒന്നും വെറുതെ ആവില്ല, അതാണ് സത്യം. ഉറപ്പാണ്. നമുക്ക് ഉപയോഗം ചിലപ്പോൾ വിചാരിക്കുന്ന സന്ദർഭത്തിലായിരിക്കില്ല, മറ്റൊരിക്കലായിരിക്കും കിട്ടുക. പക്ഷെ ഒന്നും വെറുതെ ആവില്ല. അതെ അതെ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് ലൈഫിൽ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് വന്നു ചേരും, നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ സുജേഷ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പല എന്താ പറയുക, ആൾക്കാർ ഒരു അപ്രീസിയേഷൻ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, നമുക്ക് ഒരു എന്താ പറയുക, ഒന്നുമില്ലല്ലോ ഇനി എന്താ എൻ്റെ ലൈഫ്. ഇതൊക്കെ ലേഡീസ് എപ്പോഴും പറയുന്നതാണത്, ഞാനൊരു പെണ്ണായി പോയില്ല, എനിക്കിങ്ങനെ അല്ല. നമുക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ല എന്ന് പറയുന്നില്ല, ഏത് സമയത്തും പറ്റുമല്ലോ. മാഡം തന്നെ പല തസ്തികകളും പിന്നീട് നേടിയെടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ 12 വർഷം PSC വർക്ക് ചെയ്തതിന് ശേഷമാണ് BDO പോസ്റ്റിലേക്ക് കയറുന്നത്. അപ്പം അത് എല്ലാ സമയത്തും നമുക്ക് ഈ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും മോശം വന്നു പോകില്ല. പിന്നെ ഇപ്പം PSC പ്രിപ്പറേഷനിലുള്ള കുട്ടികൾക്ക് ഒരുപാട് നല്ല സാധ്യതകളാണ്. നിങ്ങളെ പോലെ പക്ഷെ എല്ലാവരും ഒരു സീസണൽ പഠനം എന്നുള്ളതാണ്, അതാണ് അതിന്റെ ഒരു വിഷയം വരുന്നത്. ഇന്ന പോസ്റ്റ് ലക്ഷ്യം വെക്കും, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അതിനു വേണ്ടി പഠിക്കും, പിന്നീട് അത് നിർത്തി വീണ്ടും അടുത്ത കേൾക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു പഠനമാണ്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസിയാണ് പ്രധാനം. അതായത് ഇപ്പം നമ്മളൊരു ലാംഗ്വേജ് പഠിക്കാന്ന് വിചാരിക്കുക, ഇന്നൊരു 10 മിനിറ്റ് പഠിച്ച് നാളെ ഒരു 10 മിനിറ്റ് പഠിച്ച് മറ്റന്നാൾ എല്ലാ ദിവസവും 10 മിനിറ്റ് പഠിക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ ഒന്നായിട്ട് പഠിച്ച് പിന്നെ 2 ആഴ്ചക്ക് പഠിക്കാതിരിക്കുക, അങ്ങനെയുള്ള PSC അങ്ങനെ തന്നെയാണ്. എന്ത് കാര്യവും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഈ എന്താ പറയുക, നമ്മൾ ഈ കാത്തിരിക്കുന്ന പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും നല്ലൊരു ഭാവി ഉണ്ടാവും. പെൺകുട്ടികളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ ജോലി നിങ്ങൾ നേടിയെടുക്കണം. കാരണം ആരും നിങ്ങളെ കമ്പൽ ചെയ്യില്ല. ഞാനും പറയുന്നതാണ് പലതവണ. അതായത് ഇവര് എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്, അതിനനുസരിച്ചായിരിക്കും അവർക്ക് കൊടുക്കുന്ന വാല്യൂ. ശരിക്കും ആ ഒരു കുടുംബത്തിൽ അവരുടെ ആ ഒരു വിശാലമായിട്ടുള്ള ആ ലോകത്ത് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് അവർക്ക് മാത്രമല്ല, അവരുടെ രക്ഷിതാക്കൾക്കും കിട്ടുന്ന ആ വിലയും അതിനെ ആശ്രയിച്ചിരിക്കും. സത്യം ശരിയല്ലേ? ശരിക്കും ഒരു ജോലിയൊന്നും ഇല്ലാതെ കല്യാണം കഴിച്ച ഒരു കുട്ടി ഒരു വീട്ടിലേക്ക് ചെല്ലുന്നതും ഒരു ജോലി ഉള്ള ആളായിട്ട് ചെല്ലുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കിട്ടുന്ന ആ ഒരു സ്വീകാര്യതയ്ക്കും വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൂടി നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് നമുക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഇത്രയും കാലം നോക്കി വളർത്തി വലുതാക്കി അവർക്കും വേണ്ടി കൂടിയാണ്. അപ്പൊ അതും കൂടെ മനസ്സിൽ വെക്കുക എല്ലാവരും. അതെ, ഒരു ഇൻകം ജനറേഷൻ നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കുക. ഒരു സുജേഷ് പറഞ്ഞ പോലെ സീസണലായിട്ട് ഒരു കാര്യം ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും ഒന്നും വെറുതെ ആവില്ല. എന്തായാലും ഈ PSC എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ എൻട്രി ആപ്പ് അതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ അവർക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. മോട്ടിവേഷൻ പുറത്തുനിന്ന് ഒരാൾ കൊടുത്താൽ കുറച്ച് സമയം നിൽക്കുള്ളൂ, ഉള്ളിൽ നിന്നാണ് മോട്ടിവേഷൻ വരേണ്ടത്. അപ്പോൾ ആ മോട്ടിവേഷൻ നിങ്ങൾ ഫുൾ ടൈം കാത്തു സൂക്ഷിക്കുക. നല്ലൊരു ജോലി നിങ്ങളെ കാത്തിരിക്കുന്നു. ഇനിയിപ്പോൾ ജോലി വേണ്ടാത്തവരാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക. അതാണ്, പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ മുരടിച്ചു പോവുകയുള്ളൂ. പിന്നെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തൊരു കാര്യം, വലിയൊരു വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തേജനമാവുന്ന ഒരു കാര്യം, അതായത് മാഡം ആദ്യ ജോലി നേടിയിട്ട് 10-13 വർഷത്തോളം PSC വർക്ക് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് 39-40 വയസ്സിൽ 39 വയസ്സിലാണ് BDOയിലേക്ക് വരുന്നത്, അതായത് ഗസ്റ്റഡ് പോസ്റ്റിലേക്ക് ജോലി നേടിയെടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിൽ അല്ലെ, ആ ഒരു പ്രായത്തിലാണ് പഠിച്ചെടുക്കുന്നത്. ഇന്ന് പലരുടെയും ചിന്ത അതാണ്. ഇപ്പോൾ ഏജ് ലിമിറ്റ് കൂട്ടി, PSC ഇപ്പോൾ 40 വരെ ആക്കിയിട്ടുണ്ട്. റിസർവേഷൻ കാറ്റഗറിക്ക് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസവും. അപ്പോൾ ഇവരൊക്കെ ചിന്ത ഇതാണ്, ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് നടക്കുമോ, ഇവിടെ 18-കാരനില്ലേ 20 വയസ്സുകാരനില്ലേ എന്നെ കൊണ്ട് നടക്കുമോ എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അതിനുള്ള ഒരു ജീവിക്കുന്ന ഒരു ഉദാഹരണം കൂടിയാണ് ശരിക്കും വേണമെന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, ഏത് പ്രായത്തിൽ നമുക്കിത് പറ്റില്ലേ? ഏത് പ്രായത്തിലും നമുക്ക് പറ്റും. നമുക്കൊരു വിൽ പവർ വേണമെന്നേ ഉള്ളൂ. അതായത് ചില ആളുകളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, പ്രായമാകുമ്പോൾ നമുക്ക് പഠിച്ചത് മറന്നു പോകുന്ന, അതൊക്കെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല. കാരണം എല്ലാവർക്കും ഉണ്ട്, അത് റിവൈസ് ചെയ്യുന്നതിനനുസരിച്ചല്ലേ നമുക്കത് ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പോൾ എത്രമാത്രം നമ്മൾ എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. ഏജ് ഒന്നും അതിലൊരു ബാരിയറേ അല്ല. അപ്പോൾ ഇപ്പം 40 ആയതുകൊണ്ട് ഇപ്പം എന്താ പറയുക, നിലവിൽ നിർത്തിവെച്ച ആളുകൾക്കൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമാണ്. അതായത് അവരുടെ മുമ്പിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. കഠിനമായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആദ്യം ആ ചിന്ത കളയുക, ഈ വയസ്സ് പറ്റില്ല എന്നുള്ള ഒരു ചിന്ത ആദ്യം ഒഴിവാക്കുക. അതാണ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് പറ്റും. അപ്പം ഞാനും നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള കാരണം അതാണ്. നിങ്ങളോട് ഞാൻ പറയാണ്, അതായത് ഞാൻ 40ാമത്തെ വയസ്സിലാണ് ആ BDO എനിക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കും പറ്റുമോ? എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഞാൻ പറഞ്ഞില്ല, ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ അല്ല, ഒരു സാധാ പേഴ്സൺ ആണ്. അപ്പോൾ എനിക്കത് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാവരും മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നല്ലൊരു ജോലി നേടിയെടുക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക.
കേട്ടില്ലേ ഈ ഒരു പ്രായത്തിലും കാര്യം, ചെറിയ പ്രായത്തിൽ നേടിയ കാര്യം, പിന്നീട് ഈ 40-ആം വയസ്സിൽ ഗസ്റ്റഡ് പോസ്റ്റ് നേടിയ കാര്യം, അതിനുശേഷം KS തയ്യാറെടുത്ത കാര്യം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിനിടയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടില്ലേ നിങ്ങൾ? ആ ഒരു എന്താണ് നമ്മുടെ സ്കൂൾ മീറ്റ് ആയിരുന്നു പറഞ്ഞത്. സ്കൂൾ തലത്തിൽ പഠിച്ച സ്കൂളുകളിൽ അതേപോലെ തന്നെയുള്ള മറ്റ് സ്ഥലങ്ങളിലും അംഗീകരിക്കപ്പെടുന്ന കാര്യം. നിങ്ങൾക്കുണ്ടാവില്ല അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ. ഇപ്പോൾ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റാതെ പോയിട്ടുള്ള ചില എന്താണ് അലൂമിനികൾ ഉണ്ടാവില്ലേ? കാരണം എന്താ, നിങ്ങളൊന്നും ആയില്ല എന്നുള്ള ചിന്ത കൊണ്ട് അല്ലേ? അവിടെ മിക്കവാറും ഇങ്ങനെയുള്ള മീറ്റപ്പുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും നേടിയവരുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് മാറുക. അല്ലാത്തവർക്കൊരു അപകർഷതാ ബോധമായിരിക്കും പോകാൻ. അപ്പോൾ നിങ്ങൾക്കും ആഗ്രഹമില്ല അങ്ങനെ പോകണമെന്ന്. അപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഇറങ്ങിത്തിരിക്കുക, പഠിക്കുക, ജോലി നേടുക. പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ വിളയാട്ടായിരിക്കും. വിജയത്തിൻ്റെ പവർ അതാണ്. മാഡം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തിരസ്കരിച്ച ആളുകളൊക്കെ തിരിച്ചു വരും. നിങ്ങൾ ഇപ്പോൾ എവിടെ നിന്നാണോ സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത്, ആ പറയുന്ന ആളുകളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കും. ഭാവിയിൽ അങ്ങോട്ടുള്ള കാര്യത്തിന് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. അപ്പം ഇനി വൈകിയ വേളയിൽ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കാം, മുന്നോട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും പറയാനുണ്ടോ ഇനി അവസാനമായിട്ട്? എന്തെങ്കിലും ഒന്നുകൂടെ? ഇല്ല, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. ഓക്കെ.